ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ഞാൻ ചെന്നൈയിലേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അനിയനെ കാണാൻ വേണ്ടി ഞങ്ങൾ ചെന്നൈയിലേക്ക് പോവാണ്. അപ്പോൾ കുറേ ദൂരം കഴിഞ്ഞിട്ടാണ് എടുത്തത് കേട്ടോ. നാഗർകോവിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചെന്നൈയിലോട്ട് പോയത് നാഗർകോവിൽ റൂട്ടാണ്. അപ്പോൾ അതുവഴി പോയ സമയത്ത് നാഗർകോവിലൊക്കെ കഴിഞ്ഞ സമയത്താണ് എടുത്തത്. നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോഴതറിയാൻ പറ്റും. അത്യാവശ്യം വൈകിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇരുട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അന്നേരം എടുത്തതാണ്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇരുട്ടി. പിന്നെ അന്നേരം കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ, അല്ലാതെ അധികമായിട്ട് ഞാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാര്യം സ്ഥിരം പോകുമ്പോഴത്തേക്ക് എടുക്കുന്നതാണല്ലോ. അങ്ങനെ പഴയ വീഡിയോസെല്ലാം ഒരുപാട് ഇതുണ്ട്, സീനറിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ പോയപ്പോഴേക്കും പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടുണ്ടായില്ല. രാത്രി ചപ്പാത്തിയും കടലക്കറിയായിരുന്നു. കടലക്കറി കണ്ടപ്പോഴേക്കും പഴയ ഹോസ്റ്റൽ ലൈഫൊക്കെ ഓർമ്മ വന്നു. പിന്നെ അതേ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോഴത്തേക്കും രാത്രി ഞാൻ എടുത്താണ് കേട്ടോ. രാത്രി ട്രെയിനിൽ കിടന്നുറങ്ങി. രാവിലെ താമ്പരത്തിറങ്ങി. അവിടെ നിന്ന് വീണ്ടും ട്രെയിൻ കയറി ഞങ്ങൾ ഗിണ്ടിയിൽ ഇറങ്ങി. അവിടെ നിന്ന് അതേ പൊങ്കലൊക്കെ കഴിച്ചിട്ടോ. മോന് പൊങ്കൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവൻ ഇഡ്ഡലി കൊടുത്തു. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടമാണ് കേട്ടോ. ഗിണ്ടിയിൽ നിന്നപ്പോഴത്തേക്കും നമുക്ക് കുറേ ഫ്ലൈറ്റ്സ് ഇങ്ങനെ പോകുന്നത് കണ്ടു. അങ്ങനെ 1-2 ഫ്ലൈറ്റിൻ്റെ വീഡിയോ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. മോനാണെങ്കിൽ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നിന്നവന് കുറേ വട്ടം തന്നെ ഫ്ലൈറ്റ് കാണാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയ വഴിയിൽ ഇങ്ങനെ ഒരു ഇത് കണ്ട്. ലേക്കാണോ റിവറാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ അനിയൻ താമ്പരത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഗിണ്ടിയിലേക്കൊക്കെ വന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫിനിക്സ് മാളിലേക്ക് വന്നു കേട്ടോ. ഫിനിക്സ് മാളിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. സാധാരണ നമ്മൾ മോൾ എൻട്രൻസിലൂടെയല്ലേ കയറുന്നത്. പക്ഷേ ഇത് വേറൊരു ബിൽഡിംഗ് ഉണ്ട്, അതിനകത്ത് കയറി. ഞങ്ങൾ ചേച്ചി ഇതാണോ മാളെന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നപ്പോഴത്തേക്കും ഒരാൾ പറഞ്ഞു ഇതല്ല, താഴത്തെ ഇതിലിറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് മോളിലേക്ക് പോകണമെന്ന്. പോകുന്ന വഴിയെല്ലാം ഇതുപോലെ നല്ല സൂപ്പറായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്യൂട്ടായിരുന്നു. കൊച്ചു പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. മോൻ എവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോയി കുറച്ചിങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ ഇറങ്ങിപ്പോയിട്ടാണ് നമുക്ക് ശരിക്കും മോളിലേക്ക് കയറേണ്ടിയിരുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു മാള് കാണുന്നത്. നമ്മുടെ അവിടെയൊക്കെ ജസ്റ്റ് ഡയറക്റ്റ് മാളിലേക്കല്ലേ എൻട്രൻസ്. അങ്ങനെ ഇതേ മോളിലേക്ക് നമ്മൾ പോവാണ്. ഇവൻ എൻ്റെ കയ്യിൽ നിൽക്കാത്തതുകൊണ്ട് ഞാൻ പപ്പടയിൽ കൊടുത്തതായിരുന്നു കേട്ടോ. കാര്യം എനിക്ക് വീഡിയോ ജസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാര്യം ഞാൻ ഫിനിക്സ് മാളിൽ ഇതുവരെ വന്നിട്ടില്ല. മാള് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് ഇവിടെ ഒരു മണ്ണ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത് ഇവിടെ ഒരു ബോർഡിൽ ഡീറ്റെയിൽസ് ഉണ്ട്. അത് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ മോളിൽ ഇവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. പക്ഷേ തമിഴ്നാട് വെക്കേഷൻ ആയെന്നുള്ളത് എനിക്കറിയില്ല. തമിഴ്നാട് ലേറ്റായിട്ടാണ് വെക്കേഷൻ എന്നാണ് എനിക്കറിയാവുന്നത്. പിന്നെ നമ്മുടെ അവിടെ മോളുകളിലുള്ളതുപോലെ തന്നെ നമ്മുടെ മാൾ ഓഫ് ട്രാവലിൽ ഇതുപോലെ ബസ്സുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ബസ്സുണ്ട്. അത് പോയിട്ട് ട്രെയിൻ ഉണ്ടല്ലോ, ടോയ് ട്രെയിൻ, അതും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വെക്കേഷൻ ടൈമിൽ കുഞ്ഞു പിള്ളേർക്ക് ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ, കുഞ്ഞു പിള്ളേരുടെ പ്രോഗ്രാംസും അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതെന്താ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഡെക്കറേറ്റിംഗ് ആയിരുന്നു കേട്ടോ. അത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിക്കൊരു പ്രോഗ്രാമായിരുന്നു. മോൻ അവിടെ കയറാൻ കുറേ നേരം ബഹളമുണ്ടെങ്കിൽ, പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള ടൈമും ഇല്ല. പിന്നെ കാശ് സെറ്റാക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. 300 സംതിങ് അങ്ങനെ എങ്ങാണ്ടായിരുന്നു. 300 തോന്നുന്നു കേട്ടോ, ഓർക്കുന്നില്ല. പിന്നെ കുറേ ടൈമും എടുക്കും. ഞങ്ങൾക്ക് വൈകിട്ട് അടുത്ത് ട്രെയിനും കയറാനും പോകേണ്ടതുണ്ടായിരുന്നു. ഞങ്ങൾ വന്നത് ചെന്നൈ എഗ്മോർ റൂട്ടാണെങ്കിലും തിരിച്ചു പോകുന്നത് ചെന്നൈ MGR സെൻട്രൽ അവിടെ നിന്നാണ് കേട്ടോ. എഗ്മോർ റൂട്ടിലുള്ള ട്രെയിനിലൊന്നും സീറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്തപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആവും എന്ന് വിചാരിച്ചിട്ട് MGR സെൻട്രലിൽ നിന്നാണ് ട്രെയിൻ ബുക്ക് ചെയ്തത്. ഇത് കണ്ടോ കേട്ടോ, ഈ ട്രെയിനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മോളിൽ നിന്നപ്പോഴത്തേക്കും കണ്ട വേറൊരു കാഴ്ച എന്ന് പറയുമ്പോഴേ ഈ പ്ലേറ്റ് വെച്ചിട്ട് ഒരു ഫ്ലവർ, വലിയൊരു ഫ്ലവർ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. 3 സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അത് മോനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. നല്ല രസമാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കത് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയായ സമയത്ത് എന്തെങ്കിലും കഴിക്കണമല്ലോ. നമ്മളെന്തായാലും മോളിൽ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ വൈകിട്ട് ആവാറാകുമ്പോഴത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു.
അങ്ങനത്തെ ഈ അറേബ്യൻ ഹട്ട് എന്ന് പറയുന്ന അടുത്ത് നിന്ന് പപ്പ ഒരു ഫുൾ ചിക്കനും പിന്നെ കുറച്ച് കുബൂസും 3-4 കുബൂസും വാങ്ങി. അനിയനും ഉണ്ട്, ഞാനും ഉണ്ട്, പപ്പയും ഉണ്ട്, മോനും ഉണ്ട് കേട്ടോ. അപ്പം അതെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. അതിനിടയിൽ ഒരാൾ രാവിലത്തെ ക്ഷീണമൊക്കെ കാരണം ഉറങ്ങിയാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എണീറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് കൈയൊക്കെ കഴുകി വരാൻ നേരത്തിന് എന്തായാലും നമ്മൾ എണ്ണീപ്പിക്കുമല്ലോ. അങ്ങനെ എണ്ണീറ്റ് പിന്നീട് ഉറങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാളിലൊക്കെ ഉള്ളതുപോലെ തന്നെ പിള്ളേർക്കുള്ള ആ ഒരു പ്ലേ സോണും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇവന് ഇഷ്ടമുള്ള മോൺസ്റ്റർ ട്രക്കിൻ്റെ ആ ഒരു ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ മറ്റേ കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പം ഈ മോൺസ്റ്റർ ട്രക്ക് ഇങ്ങനെ മൂവ് ആവും. പിന്നെ ലൈറ്റൊക്കെ കത്ത് പാട്ട് കേൾക്കും, അങ്ങനെ എങ്ങാണ്ട് ചെയ്യും കേട്ടോ. അവൻ ജസ്റ്റ് കയറി ഇരുന്നതേ ഉള്ളൂ. അതിന് ഞാൻ വീഡിയോ എടുത്തത്. അവനാണെങ്കിൽ പറഞ്ഞു കാർഡ് എടുക്കുന്നതായിരിക്കും. ഞാൻ ഇതുവരെയും ഇതുപോലത്തെ ഇതിലൊന്നും കാർഡൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നാട്ടിലായാലും ഞാൻ കാർഡൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. ഇതുപോലെ അവൻ ജസ്റ്റ് കയറി എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതായിരുന്നു മോൺസ്റ്റർ ട്രക്കിൻ്റെ ആ ഒരു സൈഡ് വ്യൂ എന്ന് പറയുന്നത്. പിന്നെ അകത്ത് കയറി എല്ലാ ഇതിനകത്തും കയറി ഇരുന്ന് കളിക്കുമായിരുന്നു കേട്ടോ. പിന്നെ പുറത്തത് ചോക്ലേറ്റ് ഇതിനകത്ത് വെച്ച് ഈ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നു. അതിൽ വെക്കുന്ന ആ ഒരു സംഭവം അവന് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാനത് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഞാനും ഒരെണ്ണം കഴിച്ചു. ഒരെണ്ണം മീൻസ് അവൻ കഴിക്കുന്നതെന്ന് ഒരെണ്ണം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിത് ഗിണ്ടി മെട്രോ സ്റ്റേഷനിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് നമ്മൾ തിരിച്ചു പോകാണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ കേട്ടോ. വൈകിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ എടുത്തു കേട്ടോ. ആ ഒരു സൺസെറ്റും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ സൺസെറ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് പോകുന്നൊരു മെട്രോ വന്നു. ഈ മെട്രോ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ മെട്രോ വരും. പോയി കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ. ഇപ്പുറത്തെ സൈഡാണ് നമ്മുടെ മെട്രോ വരുന്നത്. അപ്പം മെട്രോ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മെട്രോ വന്നു. അതിൽ കയറി കുറച്ച് നേരം നിന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ റോഡിനേക്കാളും മെട്രോ ഒക്കെ ലാഭമല്ലേ. എന്തായാലും സുഖമാണ്, വേറെ റഷൊന്നും അറിയണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു മെട്രോയിൽ പോയി ഇറങ്ങിയിട്ട് പിന്നെ കുറേ ദൂരം നടന്നിട്ടായിരിക്കും MGR സെൻറ്ററിലേക്ക് പോകേണ്ട വന്നു. പക്ഷേ മെട്രോയിലൊന്ന് നമ്മൾ സാധാരണ താഴോട്ടൊക്കെ ഇറങ്ങിയിട്ടല്ലേ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഈ മെട്രോയിൽ നിന്ന് മുകളിൽ ലിഫ്റ്റ് കയറിയിട്ട് മുകളിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത്. മെട്രോ ശരിക്കും അണ്ടർഗ്രൗണ്ട് ആയിരുന്നു എന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് MGR സെൻറ്ററിലെത്തി. ഇവിടെ നിന്ന് ഇത് ഇങ്ങനത്തെ ഷോപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും വീഡിയോ എടുത്ത് വെച്ചു. ജസ്റ്റ് ഒരു മെമ്മറി, നമുക്ക് പിന്നീട് നോക്കുമ്പോഴായാലും അത് ഓർത്തിരിക്കാമല്ലോ. പിന്നെ പപ്പ ഇവിടെ നിന്ന് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ട്രെയിനിലെ ഫുഡ് അത്ര നല്ലതല്ല, അറിയാമല്ലോ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിവർത്തിയില്ലെങ്കിൽ അങ്ങനെ ഇവിടെ നിന്ന് വാങ്ങിച്ച ബിരിയാണി കൊള്ളായിരുന്നു. ഫ്രൈഡ് ചിക്കൻ കൂടെ ഉണ്ടായിരുന്നു. ഫ്രൈഡ് ചിക്കൻ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ മാക്സിമം മുട്ടയൊക്കെ യാത്രയിൽ ഒഴിവാക്കും കേട്ടോ. പിന്നെ രാത്രി കിടന്നുറങ്ങി എണ്ണീറ്റു. രാവിലെ ഇതിപ്പോൾ നമ്മൾ ചെന്നൈ MGR സെൻട്രലിൽ നിന്ന് വരുന്നത് നമ്മുടെ കേരള ബോർഡർ ഏത് വഴിയാണ്, പാലക്കാട് റൂട്ടാണ് വരുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ പാലക്കാട് റൂട്ട് ഒന്ന് നന്നായിട്ട് ഉറങ്ങി എണീറ്റു. ഇതിപ്പോൾ കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. കാപ്പിലുണ്ടല്ലോ, കാപ്പിലിൻ്റെ ആ ഒരു ലൊക്കേഷനിലാണ് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും അവിടെ കണ്ട ആ ഒരു വ്യൂ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കുറച്ചിങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ യാത്രയ്ക്ക് കുഴപ്പമില്ലായിരുന്നു. ലാസ്റ്റ് ട്രിവാൻഡ്രം സെൻറ്ററിലെത്തി. അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ബസ് കയറി വീട്ടിലേക്ക് പോയി കേട്ടോ. ഇത് ചെന്നൈ ഫിനിക്സ് മാളിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ്. നല്ല രസമുണ്ടായിരുന്നു ഫിനിക്സ് മാൾ കാണാനായിട്ട്. എനിക്ക് നല്ല അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഭംഗിയായിരുന്നു. പിള്ളേർക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.